വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 116-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ അധ്യാപകർക്കിടയിൽ നിന്നും 2 പേർ വിരമിക്കുന്നത്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നമ്മുടെ വിദ്യാലയത്തിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനമായി വിളയൂര് ഇവിടെ ഇങ്ങനെ നിലകൊള്ളുകയാണ്. വിളയൂരിലാണ് നമ്മളൊരു ഹൈസ്കൂൾ. ഈ ഹൈസ്കൂളിനെ വീണ്ടും ഹയർ സെക്കൻഡറി തലത്തിലേക്ക് ഉയർത്തണമെന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ വിദ്യാലയത്തിൻ്റെ ഭാഗമായി പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ അത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തും എന്നുള്ള കാര്യത്തിലും നമുക്കാർക്കും സംശയമില്ല. പൊതുവിദ്യാഭ്യാസ രംഗം ഏറെ സജീവമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ ഇന്ന് പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിവുള്ളതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ എന്താണ് ഉണ്ടാവുന്നത്, എന്തും മാറ്റമാണ് ഈ സമൂഹത്തിന് ഉണ്ടാവുന്നത് എന്ന് പരിശോധിച്ചാൽ ഈ കൊച്ചു കേരളത്തെ ലോകത്തിന് മുമ്പിൽ മാതൃകയാക്കാവുന്ന രീതിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്, അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണമായി തീരുന്നത് വിദ്യാഭ്യാസം തന്നെ. വിരമിക്കുന്ന അധ്യാപകരെ കെ ബിനുമോൾ ആദരിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിര ടീച്ചർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ പരിപാടിയുടെ ഭാഗമായി ഉപഹാരം സമ്മാനിച്ച് അനുമോദിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇ നിഷ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്ലിമ ഇസ്മായിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത കെ എസ്, വിളയൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജ്യമണികണ്ഠൻ, വാർഡ് മെമ്പർ നീലടി സുധാകരൻ, പട്ടാമ്പി BPC സ്മിത TK, MPTA പ്രസിഡന്റ് അമ്പിളി P, കെ സരോജിനി ടീച്ചർ, PM സൽമ ടീച്ചർ, ബൈജു P തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഈ പൂച്ചയുടെ ഒരു കാര്യം എന്ന നാടകവും അരങ്ങേറി.